നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമലയെ കൂടുതൽ ആകർഷകവും പ്രൊഫഷണൽ നിലവാരത്തിലും എത്തിക്കാൻ പദ്ധതി. ഏകീകൃത ബ്രാൻഡിംഗ്, പുതിയ കളർ സ്കീം എന്നിവ നടപ്പാക്കും. ശബരിമല വിഷൻ പ്ലാൻ 2026 ഭാഗമായാണ് മണ്ഡലകാലം മുതൽ ശബരിമലയ്ക്ക് രാജ്യാന്തര മുഖച്ഛായ നൽകുന്നത്. നെഹ്റു ട്രോഫി ജലോത്സവം സർക്കാരിന്റെ സ്ഥിരം സഹായം 2 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ്. നെഹ്റു ട്രോഫിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷവും രണ്ടാം സ്ഥാനക്കാർക്ക് 20 ലക്ഷവും നൽകും. 11 കോടി രൂപ CBLനായി നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി. MDMAയുമായി ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റ്. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയിലാണ് MDMAയുമായി ഇയാൾ പിടിയിലായത്. മാവേലിക്കര താമരക്കുളത്ത് കടകളിൽ മോഷണം. പണവും സാധനങ്ങളും കവർന്നു. അങ്ങാടിക്കടയിലും പലചരക്ക് കടയിലും പെട്ടിക്കടയിലും മോഷണം. വിശദമായ വാർത്തകളിലേക്ക്. ലോകോത്തര തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ശബരിമലയെ കൂടുതൽ ആകർഷകവും പ്രൊഫഷണൽ നിലവാരത്തിലും എത്തിക്കാൻ പദ്ധതി നടപ്പാക്കുന്നു. ഏകീകൃത ബ്രാൻഡിംഗ്, പുതിയ കളർ സ്കീം എന്നിവ നടപ്പാക്കും. ശബരിമല വിഷൻ പ്ലാൻ 2026 ഭാഗമായാണ് മണ്ഡലകാലം മുതൽ ശബരിമലയ്ക്ക് രാജ്യാന്തര മുഖച്ഛായ നൽകാനുള്ള പദ്ധതി നടപ്പാക്കുന്നത്. ലോകോത്തര തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ശബരിമലയെ കൂടുതൽ ആകർഷകവും പ്രൊഫഷണൽ നിലവാരത്തിലും എത്തിക്കാൻ വൻ പരിഷ്കരണ പദ്ധതിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല വിഷൻ പ്ലാൻ 2026 ഭാഗമായി മണ്ഡലകാലം മുതൽ ഏകീകൃത ബ്രാൻഡിംഗ്, പുതിയ കളർ സ്കീം, പ്രൊഫഷണൽ ലൈറ്റിംഗ്, നിയന്ത്രിത അനൗൺസ്മെന്റ് തുടങ്ങി നിരവധി മാറ്റങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം. ശബരിമലയുടെ ദൃശ്യഭംഗിയും തീർത്ഥാടകർക്ക് ലഭിക്കുന്ന അനുഭവവും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ദേവസ്വം കെട്ടിടങ്ങൾക്കെല്ലാം ഒരേ രീതിയിലുള്ള കളർ സ്കീം നടപ്പാക്കും. ഇതിലൂടെ ശബരിമലയ്ക്ക് ഏകീകൃതവും ആധുനികവുമായ ദൃശ്യപരിചയം നൽകാനാണ് ശ്രമം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും നിർമ്മിക്കുന്ന ഹോട്ടലുകൾ, കടകൾ, കിയോസ്കുകൾ എന്നിവയ്ക്കും നിശ്ചിത മാതൃക, നിറം, അക്ഷരശൈലി എന്നിവ നിർബന്ധമാക്കും. അനുമതിയില്ലാത്ത പരസ്യ ബോർഡുകളും ബാനറുകളും സന്നിധാനത്തും പമ്പയിലും അനുവദിക്കില്ല. ഭക്തർക്കായി സ്ഥാപിക്കുന്ന വിവരഫലകങ്ങളും ഏകീകൃത ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഒരുക്കുക. പ്രത്യേക സമിതിയുടെ അംഗീകാരത്തിന് ശേഷമേ ഇവ സ്ഥാപിക്കാൻ അനുമതി ലഭിക്കൂ. സന്നിധാനത്തിലെ നിലവാരമില്ലാത്ത താൽക്കാലിക ലൈറ്റിംഗ് സംവിധാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ആധുനികവും പ്രൊഫഷണൽ നിലവാരമുള്ളതുമായ ലൈറ്റിംഗ് സംവിധാനം ഒരുക്കും. പമ്പയിലും സന്നിധാനത്തും നിരന്തരം മുഴങ്ങുന്ന അനൗൺസ്മെന്റുകൾക്കും നിയന്ത്രണം വരും. 30 മിനിറ്റിലോ 1 മണിക്കൂറിലോ ഒരിക്കൽ മാത്രം അറിയിപ്പുകൾ നൽകുന്ന രീതിയിലേക്ക് മാറാനാണ് തീരുമാനം. വിവിധ ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിക്കുക. നിലയ്ക്കലിലെയും പമ്പയിലെയും പ്രവേശന കവാടങ്ങൾ കൂടുതൽ ആകർഷകമായി പുനഃക്രമീകരിക്കും. സന്നിധാനത്തും നിലയ്ക്കലിലും വർഷം മുഴുവൻ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി പ്രത്യേക കലണ്ടറും തയ്യാറാക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിയുടെ ഏകോപന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്. മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. മൺട്രോത്തുരുത്ത് പേരുംതുരുത്ത് ഇടച്ചാൽ പാലത്തിന് അടിഭാഗത്താണ് തലയോട്ടി കണ്ടെത്തിയത്. പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൺട്രോത്തുരുത്ത് പഞ്ചായത്തിലെ പേരുംതുരുത്ത് ഇടച്ചാൽ പാലത്തിന് സമീപമാണ് കായൽ തീരത്തു നിന്നും തലയോട്ടി കണ്ടെത്തിയത്. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം S. അഭിജിത്തും സുഹൃത്തുക്കളും പാലത്തിന് സമീപം നിൽക്കവെയാണ് തലയോട്ടിയോട് സാദൃശ്യമുള്ള ഭാഗം കണ്ടത്. ഈ തലയോട്ടി കാണപ്പെട്ടത് മൺട്രോത്തുരുത്ത് പേഴുംതുരുത്ത് വാർഡിലെ ഇടച്ചാൽ പാലത്തിന് താഴെ കായലിനോട് ചേർന്ന ഭാഗത്താണ് കാണപ്പെട്ടത്. അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കാറ്റുകൊള്ളാനായിട്ട് ആൾക്കാർ വരുന്ന പതിവുണ്ട്. അപ്പോൾ അത് ഇന്നലെ കണക്ക് 7-ാം തീയതി അല്ല 12-ാം തീയതി അതുപോലെ ഇങ്ങനെ മേളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കണ്ട് പോയി പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇത് തലയോട്ടിയാണെന്ന് ബോധ്യപ്പെട്ട് ഈശ്വരയുടെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും SIയും പോലീസ് എത്തി അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ശാസ്താംകോട്ട മോർച്ചറിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടുന്ന് പാരിപ്പള്ളിയിലേക്ക് മോർച്ചറി കൊണ്ടുപോയി മറ്റു നടപടിക്രമത്തിലേക്ക് പോകുന്നതാണ് അറിയപ്പെട്ടത്. വിവരമറിയിച്ചതിന് പിന്നാലെ കിഴക്കേക്കല്ലട SI അനന്തുമോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥിരീകരിച്ചു. ഇൻക്വസ്റ്റിന് ശേഷം തലയോട്ടി സ്റ്റേഷനിലേക്ക് മാറ്റി. കിഴക്കേക്കല്ലട പോലീസ് അന്വേഷണം ആരംഭിച്ചു. തലയോട്ടിയുടെ ഭാഗം
തിരുവനന്തപുരത്തെ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറും. DNA പ്രൊഫൈലിംഗ് നടത്താനാണ് നീക്കം. പഴക്കവും പ്രായവും തിരിച്ചറിഞ്ഞാൽ മാത്രമേ മുമ്പ് കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയൂ. ദ്രവിച്ച നിലയിൽ പാലത്തിന് സമീപം കരയോട് ചേർന്ന ഭാഗത്ത് ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു തലയൂട്ടി. ഇതിന്റെ ഭാഗങ്ങൾ ദ്രവിച്ചിരുന്നു. ഈ ഭാഗത്ത് ശക്തമായ വേലിയേറ്റം ഉണ്ടാകാറുള്ളതിനാൽ വെള്ളമുയർന്നപ്പോൾ അടിഞ്ഞതാകാമെന്നാണ് കരുതുന്നത്. പഴയ നിർമ്മിതികളോ കുഴിമാടങ്ങളോ മാറ്റുന്നതിനിടയിൽ മണ്ണ് മാറ്റി കായലിൽ തള്ളിയതാകാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചാത്തന്നൂർ ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഫണ്ട് തടഞ്ഞുവെച്ചതായി പരാതി. ജൂൺ 30 മുമ്പായി ഫണ്ട് നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നൽകിയില്ല. ഈ സാഹചര്യത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് രക്ഷിതാക്കൾ. ചാത്തന്നൂർ ചിറക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഫണ്ട് തടഞ്ഞുവെച്ചതായി പരാതി ഉയർന്നത്. വിദ്യാർത്ഥികൾക്ക് വർഷം 28,500 രൂപയാണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് നൽകുന്നത്. നിലവിലെ സ്കോളർഷിപ്പ് അടുത്ത തവണ കിട്ടാൻ സമയമായിട്ടും ഇതുവരെ നൽകിയിട്ടില്ല. സ്കോളർഷിപ്പ് മാർച്ചിന് മുമ്പ് നൽകേണ്ടതായിരുന്നു. പരവൂർ നഗരസഭ, പൂതക്കുളം, ചാത്തന്നൂർ, കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഫണ്ട് വിനിയോഗം കൃത്യമായി നടന്നപ്പോഴും ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ഫണ്ട് വിതരണം വൈകുന്നത്. പഞ്ചായത്തിന്റെ ബഡ് സ്കൂൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ട്. അതിൻ്റെ അത് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മകനെ, ഭിന്നശേഷിക്കാരൻ എൻ്റെ മകനെ പൂതക്കുളം പഞ്ചായത്തിലെ ഒരു സ്കൂളിൽ അയക്കുകയായിരുന്നു. പക്ഷേ അതാത് പഞ്ചായത്തിൽ അയക്കാത്ത കുട്ടികളെ അവർ വന്ന് വിളിച്ചുകൊണ്ട് പോകില്ല. ഇതാകുമ്പോൾ നമ്മളെ കുട്ടികൾ വിളിച്ചുകൊണ്ട് പോയി തിരിച്ചുകൊണ്ട് വരികയും ചെയ്യും. അപ്പോൾ അതാത് പഞ്ചായത്തിന് അനിവാര്യമായതുകൊണ്ട് അന്ന് ഒരു മെമ്പറായിട്ടുള്ള ഇന്ന് പ്രസിഡൻ്റായിട്ടുള്ള ഉല്ലാസ് മെമ്പറുടെ ഈ കാര്യം സമീപിക്കുകയും അദ്ദേഹം അത് വളരെ കാര്യമായിട്ട് ടേക്കപ്പ് ചെയ്യുകയും അത് പഠിക്കുകയും അത് ഉടനെ നമ്മളെ ബഡ് സ്കൂളിൽ കൊണ്ടുവരികയും ചെയ്യുന്നതിന് അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. മെയിനായിട്ട് അതിനകത്ത് ഇപ്പോഴത്തെ പ്രസിഡൻ്റായ ഉല്ലാസ് കൃഷ്ണനാണ് അതിന് എടുത്തിരിക്കുന്നത്. അത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അത് ഉപകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. നമുക്ക് ആരുടെ ഒന്നും പറയാനും വയ്യ. ഈ കുട്ടികൾക്ക് വേണ്ടി നമുക്കേ സംസാരിക്കാൻ പറ്റൂ. ഈ കുട്ടികൾ അതിനുവേണ്ടിയുള്ള പ്രാപ്തരല്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് വരണമെന്നുണ്ട്. അവരെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. സ്കിൽ ഓവർ പ്രോജക്ട് പ്രകാരം ഉടനെ ഫണ്ട് നൽകുമെന്നാണ് ICDS ചെയർപേഴ്സൺ പറയുന്നത്. ജൂൺ 30 മുമ്പ് ഫണ്ട് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും നൽകിയിട്ടില്ല. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കാലാകാലങ്ങളായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നൽകുന്ന സ്കോളർഷിപ്പ് എല്ലാ വർഷവും കിട്ടാറുണ്ട്. എന്നാലും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾക്കത് മുടക്കം സംഭവിച്ചേക്കാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ പൊതുവെ, അതായത് കേരളത്തിൽ മുഴുവൻ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാര്യത്തിൽ സ്കോളർഷിപ്പിനകത്തൊരു വീഴ്ച വന്നിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചു. എന്നാൽ ഈ ചിറക്കര പഞ്ചായത്തിൽ ഞങ്ങൾക്ക് നാളിതുവരെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു 5 പൈസ പോലും സ്കോളർഷിപ്പായി കിട്ടിയിട്ടില്ല. കുട്ടികളുടെ ഇത് ആനുകൂല്യം മാത്രമല്ല, ഇത് ഇവരുടെ അവകാശമാണ്. ശരിക്കും ഇത് ഇവരുടെ അവകാശ ലംഘനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് പുതിയ സാമ്പത്തിക വർഷം, അതായത് 2026-27 സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പൈസ പോലും കിട്ടാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി വളരെയധികം ആശങ്കയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ട് വരാൻ വൈകുന്നതാണ് നൽകാൻ കാലതാമസം നേരിടുന്നതിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. ഫണ്ട് നൽകാത്ത സാഹചര്യത്തിൽ തിരുവോണ നാളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ രക്ഷിതാക്കൾ പഞ്ചായത്തിന്റെ മുന്നിൽ ഓണാഘോഷം നടത്തുമെന്ന് പറയുന്നു. തുടർ നടപടി ഇത് ഞങ്ങൾ പലതവണ പഞ്ചായത്ത് അധികാരികളെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവരെയും സമീപിക്കുകയും ഈ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ അവരുമായിട്ട് ചോദിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അവർ ഞങ്ങളോടൊരു ഡേറ്റ് പറയും, ഇന്ന സമയം നമുക്ക് തരാം എന്ന് പറയുകയും, എന്നാൽ അതിനുശേഷം യാതൊരുവിധ കാരണവശാലും ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫോൺ എടുക്കുകയില്ല, അതിനെപ്പറ്റി യാതൊരുവിധ അന്വേഷണം അറിയുകയില്ല. ഏറ്റവും അവസാനം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ജൂൺ 30 എല്ലാവർക്കും പൈസ ഫുൾ എമൗണ്ട് നൽകുമെന്നാണ് പറഞ്ഞു കേട്ടത്. എന്നാൽ ഈ ജൂലൈ ഇന്ന് 13 ഇത്രയും ദിവസമായിട്ട് ഇതിനെപ്പറ്റി യാതൊരുവിധ വിവരവും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ പൈസ കിട്ടുന്നതിനെ പറ്റി അവർ പറയുന്നുമില്ല. ഫണ്ട് നൽകാത്ത സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളും രക്ഷിതാക്കളും സമരത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാമ്പിശ്ശേരി കരുണാകരൻ അവാർഡ് ആർട്ടിസ്റ്റ് ഗോപാലന്. പത്രപ്രവർത്തന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ് നൽകുന്നത്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പത്രപ്രവർത്തന മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കാമ്പിശ്ശേരി കരുണാകരൻ അവാർഡിനാണ് ആർട്ടിസ്റ്റ് ഗോപാലിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും അജിത്ത് പ്ലാക്കാർഡ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. മലയാള പത്രമാസികകളിലെ രേഖാചിത്രകലാരംഗത്ത് നിറഞ്ഞു നിന്ന ആർട്ടിസ്റ്റ് ഗോപാലൻ ജനയുഗം ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഇലസ്ട്രേഷൻ കൊണ്ടും കാലിഗ്രാഫി കൊണ്ടും വായനക്കാരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച കലാപ്രതിഭയാണ്. ജനയുഗത്തിനൊപ്പം മറ്റു മാഗസിനുകളിലും പ്രവർത്തിച്ച അദ്ദേഹം പരസ്യകലയിലും പ്രതിഭ തെളിയിച്ചു. നമ്മൾ ഈ പ്രാവശ്യം
പത്രപ്രവർത്തക പത്ര മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ജഡ്ജിങ് കമ്മിറ്റി എടുത്തു. KV മോഹൻകുമാർ IAS റിട്ടയർഡ്, പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്ററായിരുന്ന MD രാധാകൃഷ്ണൻ, ഗീത നസീർ, ഇവർ 3 പേരുള്ള ജഡ്ജിങ് കമ്മിറ്റിയാണ്. അവർ എടുത്ത പര്യാവധി പേരുകൾ പത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അവർ പറഞ്ഞത് ആർട്ടിസ്റ്റ് ഗോപാലിൻ്റെ പേരാണ് യുനാനിമസ് ആയിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു. ആർട്ടിസ്റ്റ് ഗോപാലിനെ നിങ്ങൾക്കൊക്കെ അറിയാം. അടുത്ത പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ലായിരിക്കും. പക്ഷേ ഒരു കാലഘട്ടത്തിൽ മലയാള പത്രലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. കാമ്പിശ്ശേരി കരുണാകരൻ ലൈബ്രറിയാണ് അവാർഡ് സമ്മാനിക്കുന്നത്. CR ജോസ് പ്രകാശ്, PS സുരേഷ്, G വിജു, ജയൻ മഠത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന് സമാപനമായി. 10 നാൾ നീണ്ടുനിന്നതാണ് കഥകളി ഫെസ്റ്റ്. മണ്ണൂർക്കാവ് വനദുർഗ പുരസ്കാരവും സമ്മാനിച്ചു. 10 നാളുകൾ നീണ്ടുനിന്ന കഥകളി ആഘോഷത്തിനാണ് മണ്ണൂർക്കാവിൽ തിരശ്ശീല വീണത്. കഥകളി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ വൈകുന്നേരം ഒരുപാട് നേരം വിശ്രമിക്കാൻ പറ്റത്തില്ല. ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ അതിൻ്റെ സമയത്ത് നടത്തണം, അയാൾ സമയം മാറ്റി വയ്ക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായും ഇവിടെ മുമ്പ് KC ജോസഫ് വന്നപ്പോൾ ഇവിടുത്തെ കഥകളി സ്കൂളിന് ഒരു അംഗീകാരത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് അത് ഇതടക്കം അന്നുപറ്റി അവർക്ക് 2 സ്കൂളുകളും നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ടതും നടന്നില്ല. ഇത് അനുവദിക്കുന്നതിൽ നിന്നും പിന്നീട് എന്തോ സാഹചര്യത്തിൽ ഒഴിവായി എന്ന് പറഞ്ഞു. അപ്പം ഞാനത് യഥാർത്ഥത്തിൽ അംഗീകാരം നൽകുന്നത് കലാമണ്ഡലമാണ്. ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന കാര്യമല്ല. തീർച്ചയായും എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതിയിൽ നിങ്ങളുടെ ഈ ആവശ്യത്തെ വെച്ചിട്ട് കലാമണ്ഡലത്തോട് ഈ സ്കൂളിന് അംഗീകാരം നൽകാൻ ആവശ്യപ്പെടാൻ കഴിയും. കാരണം കലാമണ്ഡലം എല്ലാവർക്കും പറയാം. മണ്ണൂർക്കാവ് വനദുർഗ പുരസ്കാരം സംഗീതജ്ഞൻ കലാമണ്ഡലം വിനോദിന് സമ്മാനിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ണൂർക്കാവ് കഥകളി പഠന കേന്ദ്രത്തിലെ വേഷം വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. P രാജേന്ദ്രപ്രസാദ്, ദീപാചന്ദ്രൻ, സൗത്ത് ഇന്ത്യൻ വിനോദ, സുധീർ ജേക്കബ്, R കമൽദാസ്, V പ്രസന്നകുമാർ, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി സുരേഷ് ചാമവിള, VR സനൽചന്ദ്രൻ, T സുരേന്ദ്രൻപിള്ള, D ഗുരുദാസൻ, V രാജീവ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. MDMAയുമായി ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് 1.06 ഗ്രാം MDMAയുമായി ഇയാൾ പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 1.06 ഗ്രാം MDMAയുമായി ഓട്ടോറിക്ഷ ഡ്രൈവർ കരുനാഗപ്പള്ളിയിൽ പിടിയിലായത്. കല്ലേലി ഭാഗം കാട്ടൂർ തെക്കതിൽ 36-കാരനായ സജിലാലാണ് പിടിയിലായത്. കരുനാഗപ്പള്ളി ആശുപത്രി ജംഗ്ഷന് സമീപം കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ പരിശോധിച്ചപ്പോൾ വിൽപ്പനയ്ക്കായി 2 പൊതികളിലായി സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെടുക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി SHO പ്രവീണിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. താമരക്കുളത്ത് കടകളിൽ മോഷണം. പണവും സാധനങ്ങളും കവർന്നു. അങ്ങാടിക്കടയിലും പലചരക്ക് കടയിലും പെട്ടിക്കടയിലുമാണ് മോഷണം നടന്നത്. നൂറിനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു ബോക്സ് എണ്ണ, ഒരു റോള് റോപ്പ്, പിന്നെ തേയില, ബ്രഷ്, ഇത്രയൊക്കെ എൻ്റെ പോയി. താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ പബ്ലിക് മാർക്കറ്റിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ സുരേന്ദ്രൻ പിള്ളയുടെ പലചരക്ക് കട, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ചെല്ലപ്പൻ പിള്ളയുടെ അങ്ങാടിക്കട, ജനകീയ ഹോട്ടൽ, മാർക്കറ്റിനുള്ളിലുള്ള ലൈലയുടെ പെട്ടിക്കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ചില്ലിനകത്താണ് ഈ സിഗരറ്റ് എല്ലാം ഇരുന്നത്. ഒരു പെട്ടിക്കകത്ത് ചില്ലറ ഒരു 10,000 രൂപ, ചില്ലറ ഒരു 10,000-4,000 രൂപ അല്ലാതെ ഇരുന്നത്. അത് പണയത്തിനടയ്ക്കാനുള്ളതായിരുന്നു. അത് മൊത്തം അങ്ങ് കൊണ്ടുപോയി. ബോക്സും ഇത് പെട്ടി ഉൾപ്പെടെ കൊണ്ടുപോയി. ആ രസീത് എന്തായാലും ഇവിടെ ഉണ്ട്. അത് വേറെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ രസീത് കിട്ടി. 10,000-35,000 രൂപ പണയമായിരുന്നു. വല്ലവരുടെയാണ്. എന്ത് ചെയ്യാനാ? അങ്ങാടിക്കടയുടെയും പലചരക്ക് കടയുടെ ഷട്ടറിന് പുറത്തുമുള്ള ഭാഗമാണ് ഗ്രില്ല് ഇട്ടിട്ടുള്ളത്. ഗ്രില്ല് കട്ട് ചെയ്താണ് മോഷ്ടാവ് കടകൾക്കുള്ളിൽ കയറിയിട്ടുള്ളത്. അങ്ങാടിക്കടയുടെ ഗ്രില്ല് പൊട്ടിച്ചാണ് സമീപത്തെ പലചരക്ക് കടയിലും കയറിയത്. അങ്ങാടിക്കടയിലെയും പലചരക്ക് കടയിലെയും സാധനങ്ങളാണ് മോഷണം പോയത്. പെട്ടിക്കടയിൽ നിന്ന് സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും 3000-ഓളം രൂപയും മോഷ്ടിച്ചു.
ജനകീയ ഹോട്ടലിന്റെ താഴ് പൊട്ടിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ നൂറാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ സർക്കാരിന്റെ സ്ഥിരം സഹായം 2 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ്. NTBR എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 11 കോടി രൂപ CBLനായി നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷവും 2ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷവും 3ാം സ്ഥാനക്കാർക്ക് 15 ലക്ഷവും 4ാം സ്ഥാനക്കാർക്ക് 10 ലക്ഷവും നൽകും. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ സർക്കാരിന്റെ സ്ഥിരം സഹായം 2 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ് അറിയിച്ചു. ബോട്ട് റേസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് മന്ത്രി തീരുമാനം അറിയിച്ചത്. വള്ളങ്ങളുടെ മെയിന്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കും. CBLന്റെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇത്തവണയും 11 കോടി രൂപ CBLനായി നീക്കിവെച്ചിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും 2ാം സ്ഥാനത്തെത്തുന്ന ചുണ്ടന് 20 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം രൂപയും 4ാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം രൂപയും നൽകും. ബോണസ് തുക 25% വർദ്ധിപ്പിക്കും. യോഗത്തിൽ ജില്ലാ കളക്ടർ ഷാജി വി നായർ അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, AD തോമസ് MLA, നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ്, മുൻ MLAമാരായ അഡ്വക്കേറ്റ് AA ശുക്കൂർ, CK സദാശിവൻ, KK ഷാജു, ചുണ്ടൻവള്ളം ഉടമ അസോസിയേഷൻ പ്രസിഡന്റ് RK കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഓടയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന ആശങ്ക സൃഷ്ടിച്ച യുവാവിനെ രക്ഷപ്പെടുത്തി. കൊല്ലം ഉളിയകോവിൽ സ്വദേശി ഗിരീഷിനെയാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. 3 ദിവസമായി ഇയാൾ ഓടയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് ഗിരീഷ്. ഉളിയക്കോവിൽ തുണ്ടിൽ വീട്ടിൽ ഗിരീഷിനെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 3 ദിവസമായി ഇയാൾ ഓടയ്ക്കുള്ളിൽ ഇറങ്ങി ഒളിച്ചിരിക്കുകയായിരുന്നു. ആശ്രാമം ആലായിൽ ജംഗ്ഷന് സമീപത്തെ ഓടയ്ക്കുള്ളിലാണ് ഇയാൾ ഇറങ്ങിയത്. കയ്യിൽ കമ്പിവടിയുമായി ഓടയ്ക്കുള്ളിലിരുന്ന ഇയാൾ അടുത്തെത്തുന്നവരെയെല്ലാം ആക്രമിക്കാൻ മുതിർന്നു. ഇതോടെയാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമായത്. സ്വന്തം അമ്മയെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഉളിയക്കോവിൽ ഭാഗത്തെ വീട്ടിൽ ഇയാൾ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസിനെ ഭയന്നാണ് ഇയാൾ സമീപത്തെ ഓടയിൽ കയറി ഒളിച്ചതെന്നാണ് പറയുന്നത്. ലഹരിക്ക് അടിമയായ ഇയാൾ നേരത്തെയും മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ചികിത്സയും തേടി. അഗ്നിരക്ഷാസേന, പോലീസ്, നാട്ടുകാരായ രാജേഷ്, മനു, സനൽകുമാർ, അനീഷ്, പ്രകാശ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇയാളെ പുറത്തെത്തിച്ചത്. തുടർ ചികിത്സയ്ക്കായി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കേരള പാരലൽ കോളേജ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള പാരലൽ കോളേജ് അസോസിയേഷനാണ് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുതിർന്ന അധ്യാപകരെ ആദരിച്ചത്. വിഷ്ണു മോഹൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപകരും ചേർന്ന് ഇത്തരത്തിലൊരു പാരലൽ കോളേജ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മുടെ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ ഒരു പരിധിവരെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അത് കേവലമായ ഒരു സംഘടനാ പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സമാന്തര വിദ്യാഭ്യാസ മേഖല നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമാന്തര വിദ്യാഭ്യാസ മേഖല തകർന്നു പോയാൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ വേറെ ചില സംവിധാനങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ കടന്നു വരുന്നത് കേരളത്തിലേക്ക് കടന്നു വരുന്നത് കോർപ്പറേറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇന്ന് +1ഉം +2ഉം പഠിക്കാൻ പോലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട കോച്ചിങ് സെൻ്ററുകളുടെ സ്ഥാപനങ്ങളിലേക്ക് രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികളെ അയക്കുകയും അവരുടെ മൊണോപ്പൊളിയായി, അവരുടെ കുത്തകയായി ഈ മേഖല മാറുകയും ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അനധ്യാപകരുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ MLA അനുമോദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് R വേണുഗോപാലപിള്ള, റഫീഖ, സുമേഷ് നാഥ്, ഹാഷിം, രാമചന്ദ്രൻ, ഷിബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധ നേടി ശാസ്താംകോട്ട സ്വദേശിനി സൂഫിയ സുധീർ. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം സൂഫിയ സ്വർണം നേടി.
സർക്കാരിന്റെയും സുമനസ്സുകളുടെയും ഇടപെടലിലാണ് രാജ്യാന്തര ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സൂഫിയയ്ക്ക് കഴിഞ്ഞത്. സോഫ്റ്റ് ബേസ്ബോളിലാണ് ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ സുധീന മൻസിലിൽ 21-കാരിയായ സൂഫിയ സുധീർ ശ്രദ്ധ നേടുന്നത്. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം സ്വർണം നേടിയ സൂഫിയ സുധീർ കായംകുളം MSM കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് മത്സരത്തിൽ പങ്കെടുത്തു തുടങ്ങിയത്. കേരള ടീമിനൊപ്പം ദേശീയ ചാമ്പ്യനായി. തുടർന്നാണ് ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സൂഫിയ സുധീർ നിരവധി പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വന്നു. മത്സരങ്ങൾക്ക് പോകാനുള്ള ചെലവ് കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. ചെടിക്കച്ചവടം നടത്തുന്ന പിതാവ് സുധീറും മാതാവ് സുലേഖ ബീവിയും ചേർന്നാണ് ആദ്യമൊക്കെ മത്സരങ്ങൾക്കും പരിശീലനത്തിനുമുള്ള തുക കണ്ടെത്തിയിരുന്നത്. ദേശീയ ടീമിലേക്ക് പണം കണ്ടെത്താൻ കഴിയാത്തതിനാൽ അവസരം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാഷിം സുലൈമാന്റെ സഹായത്തോടെ കായിക മന്ത്രി OJ ജനീഷിനെ കണ്ടു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് ഫുട്ബോൾ ക്ലബിന്റെ ഇടപെടലിലാണ് IBS ഗ്രൂപ്പ് ഉടമ VK മാത്യൂസ് സൂഫിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. തുടർന്ന് ദേശീയ ടീമിൽ മത്സരിച്ച സൂഫിയും സംഘവും ഫൈനലിൽ നേപ്പാളിനെ വീഴ്ത്തിയാണ് സ്വർണം നേടിയത്. സഹോദരിമാരായ സുധീനയും സുബിനയും പൂർണ്ണ പിന്തുണയുമായി സൂഫിയയ്ക്കൊപ്പമുണ്ട്. കായംകുളം MSM കോളേജിൽ MCOMന് ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സൂഫിയ. പഠനത്തിനൊപ്പം മത്സരങ്ങളിലും തുടരാനാണ് താല്പര്യം. കോളേജ് മാച്ച് ആവാറാകുമ്പോഴത്തേക്ക് ഒരു 2-3 മാസം മുന്നേ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരത്തായിരുന്നു കോളേജിൽ പ്രാക്ടീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് അസോസിയേഷൻ കളിക്കാൻ പോകുന്ന ടൈമിൽ നാഷണൽസും ഇന്ത്യയൊക്കെ പോകുന്ന ടൈമിൽ കോഴിക്കോട് കോടഞ്ചേരി സാറ് പ്രാക്ടീസ് വെക്കും. വെക്കുമ്പോൾ നമ്മളിപ്പം 3-4 ദിവസത്തെ പ്രാക്ടീസ് ആയിരിക്കും. നേരത്തെ പോയിട്ട് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ടീം സെറ്റാക്കിയിട്ടാണ് നാഷണൽസും ഇന്ത്യയൊക്കെ കളിക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പം ആകെ ഞാൻ കോളേജിൽ പോയ ടൈമിലാണ് ഈ സോഫ്റ്റ് ബേസ്ബോൾ എന്നൊക്കെയുള്ള ഗെയിം കേൾക്കുന്നത്. അപ്പം ഇതൊരു ഏഷ്യൻ ഗെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും അറിയത്തില്ല. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും അത്ര സ്പോർട്സ് അത്ര വളർന്നിട്ടില്ല. കാരണം ബോയ്സാണ് മെജോറിറ്റി ആയിട്ടും സ്പോർട്സിൽ നിൽക്കുന്നത്. പക്ഷേ ഗേൾസും അതിലേക്ക് വരേണ്ട ഒരു സമയമായി. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ സ്പോൺസർഷിപ്പൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടുകൂടാണ് മെയിനായിട്ടും ആരും ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് വരാത്തത്. നമ്മൾ ആദ്യം ചെല്ലുന്ന ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് ഇഷ്യമാണ്. കാരണം നമ്മൾ ആ ബോളൊക്കെ എന്ന് പറയുമ്പോൾ നല്ല സ്റ്റിച്ച് ബോളാണ്. അപ്പം നല്ല എയറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വേദനയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടിയുടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ കൈയൊക്കെ ബോൾ കൊണ്ടിട്ട് കൈയൊക്കെ പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ആദ്യം അതിലോട്ട് വരുന്ന ടൈമിൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ അത്യാവശ്യം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. നമ്മുടെ ടീമിൽ ടോട്ടൽ 20 പേരാണ് ഉള്ളത്. 10 പേര് കളിക്കാൻ വേണ്ടിയിട്ടും 10 പേര് അതിന് സബ്ബായിട്ടുമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമലയെ കൂടുതൽ ആകർഷകവും പ്രൊഫഷണൽ നിലവാരത്തിലും എത്തിക്കാൻ പദ്ധതി. ഏകീകൃത ബ്രാൻഡിംഗ്, പുതിയ കളർ സ്കീം എന്നിവ നടപ്പാക്കും. ശബരിമല വിഷൻ പ്ലാൻ 2026 ഭാഗമായാണ് മണ്ഡലകാലം മുതൽ ശബരിമലയ്ക്ക് രാജ്യാന്തര മുഖച്ഛായ നൽകുന്നത്. നെഹ്റു ട്രോഫി ജലോത്സവം സർക്കാരിന്റെ സ്ഥിരം സഹായം 2 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ്. നെഹ്റു ട്രോഫിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷവും 2ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷവും നൽകും. 11 കോടി രൂപ CBLനായി നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി. MDMAയുമായി ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റ്. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയിലാണ് MDMAയുമായി ഇയാൾ പിടിയിലായത്. മാവേലിക്കര താമരക്കുളത്ത് കടകളിൽ മോഷണം. പണവും സാധനങ്ങളും കവർന്നു. അങ്ങാടിക്കടയിലും പലചരക്ക് കടയിലും പെട്ടിക്കടയിലും മോഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.